വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്കിംഗ് അവേഴ്സ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുറുക്കുറ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർക്കുക. ഈ 1 കപ്പ് 125 ml ആണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം, 1/2 ടീസ്പൂൺ ചാറ്റ് മസാല, പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. കുറേശ്ശെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മിക്സാക്കി എടുക്കുമ്പം ഒട്ടും കട്ടകളില്ലാതെ വേണം മിക്സാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പം ഞാനിതൊരു സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം ഇതൊരു മാവ് പരുവത്തിനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റവ് ഓഫ് ആക്കണം. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റോൾ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം ഞാൻ ഫുള്ളും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും ചാറ്റ് മസാലയും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുറുക്കുറ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫേസ്ബുക്ക് പേജും വെബ്സൈറ്റൊക്കെ സന്ദർശിക്കണം. അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്തൊരു പുതിയ വീഡിയോയുടെ വരുന്നതായിരിക്കും. ബൈ ബൈ.